ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന, എൻ്റെ ഫ്രണ്ട് ഷാന. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ഈ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിലവിൽ UK താമസിക്കുന്നത്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. ഇന്നൊരു ഓഫ് ദിവസം ആയതുകൊണ്ട് ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ നമുക്ക് പർച്ചേസിങ്ങിലേക്ക് പോകാം. ഇവിടെ പ്രസ് ചെയ്യണം കേട്ടോ, നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അപ്പുറത്തൊരു പച്ച സിമ്പിൾ കാണിക്കും. അത് കണ്ടു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നേരെ ഞങ്ങൾ പോയത് മോറിസണിലേക്കാണ്. ഇവിടെ ഏകദേശം എല്ലാ തരം ഫുഡുകളും കിട്ടും കേട്ടോ. ഏഷ്യൻ ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളുണ്ട് കാണിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. അപ്പോൾ നേരെ പോയി ഞാനൊരു ബീൻസ് പാക്കറ്റ് എടുത്തു. ഏകദേശം 70 പെൻസ് ആയിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ ഏകദേശം 70 രൂപ. പിന്നെ നേരെ പോയത് കുറച്ച് സ്നാക്സിൻ്റെ ഐറ്റംസൊക്കെ നോക്കാനായിട്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ജിലേബി, ലഡു, പാൻ കേക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. സ്വീറ്റ് എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല, ജസ്റ്റ് നോക്കി. പിന്നെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ ആർക്കാന്നുള്ളത്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കാം ആരാന്നുള്ളത്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. ഒരു ലോണ്ട്രി ജെൽ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാംപൂ വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി വിലക്കുറവ് കണ്ടപ്പോൾ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്ട്രാറ്റ്ഫോർഡ് സെൻറ്ററിലേക്കാണ് പോയത് കേട്ടോ. ഇത് നമ്മുടെ സിറ്റിയാണ്, ഇതൊരു വലിയ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നേരെ സ്ട്രാറ്റ്ഫോർഡ് സെൻറ്ററിനകത്ത് ചെന്നു. അവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്, ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ തിരക്കുള്ളതാണ്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തിരക്ക് കുറവുള്ളത്. സൂപ്പർ ഡ്രഗിലേക്കാണ് പോയത് കേട്ടോ. ഇവിടെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ എനിക്കിന്നൊരു ഡിയോഡറൻറ്റും ഒരു ലിപ്സ്റ്റിക്കും മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഡവിൻ്റെ ഡിയോഡറൻറ്റാണ് തിരക്കി വന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടായില്ല, അതൊരു സ്റ്റോക്ക് തീർന്നു പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും മേടിച്ചു. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷനിലേക്കാണ്. ഇവിടെ ഒരുമാതിരി എല്ലാ തരം ഡ്രസ്സുകളും കേട്ടോ. നല്ല വിലക്കുറവാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്ന് കുറേ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ അധികം ജസ്റ്റ് നോക്കിയാൽ മാത്രമേ ഉള്ളൂ, ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ എന്തൊക്കെ ഞാൻ മേടിച്ചത്, നിങ്ങളെ വിശദമായിട്ട് കാണിക്കാം. ഇത് ഞങ്ങൾ സ്ട്രാറ്റ്ഫോർഡ് സെൻറ്ററിനകത്താണ് കേട്ടോ. ഇവിടെ നല്ല സ്ഥലം ഇവിടെ ഉണ്ട്, നമുക്ക് ഇരിക്കാനും ഒക്കെ. കുറച്ച് നേരമൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനകം വഴി ഞങ്ങളിപ്പോൾ നടന്നു വരുവാണ്. പിന്നെ നേരെ പോയത് താരിക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ കൂടുതലും മലയാളികളാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്നൊരു ഈസി കുക്കിൻ്റെ റൈസ് എടുത്തു. പിന്നെ എനിക്കൊരു ചിക്കൻ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഇതിവിടെ പ്രസ് ചെയ്യണം. അപ്പം ബില്ല് വരും, അതിലെ നമ്പർ അനുസരിച്ച് അവർ വിളിക്കുമ്പോഴാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചത് ഒരു പെരി പെരി സ്പൈസി ചിക്കൻ ആയിരുന്നു കേട്ടോ. ഒരു 1/2 kg മേടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് ഇവിടെ. ഇങ്ങനെ സാധാരണ ഞാൻ മേടിച്ച് മസാല പുരട്ടി വറുക്കുക ചെയ്യാറുള്ള. ഇത് കണ്ടപ്പോൾ ഒന്ന് മേടിക്കണം എന്ന് തോന്നി. അങ്ങനെ അത് 1/2 kg മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട്. നമ്മുടെ മലയാളികളുടെ മാത്രം ഷോപ്പാണ് കേട്ടോ, മലയാളീസാണ് നടത്തുന്നത്. അപ്പോൾ നേരെ അവിടെ പോയി എനിക്കൊരു ചപ്പാത്തി മേടിക്കണമായിരുന്നു. ഞാൻ സാധാരണ നെപ്റ്റ്യൂണിൻ്റെ ചപ്പാത്തിയാണ് മേടിക്കാറ്, നല്ല ടേസ്റ്റാണത്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല, അത് തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ചപ്പാത്തി മേടിച്ചില്ല. കുറച്ച് മാമ്പഴവും മേടിച്ച് ഞങ്ങൾ പോകുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ തുടർന്നുള്ള വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം.